പണ്ടൊരു ചെറിയ ഗ്രാമത്തിൽ ലില്ലി എന്നു പേരുള്ള സന്തോഷവതിയും ദയവുമുള്ള ഒരു പെൺകുട്ടി താമസിച്ചിരുന്നു. ആരുടെയും ദിവസം ശോഭനമാക്കാൻ കഴിയുന്ന ഒരു ഊഷ്മളമായ പുഞ്ചിരി അവളിൽ ഉണ്ടായിരുന്നു. ഒരു ദിവസം എമിലി എന്നു പേരുള്ള ഒരു പുതിയ പെൺകുട്ടി പട്ടണത്തിലേക്ക് താമസം മാറി. ലില്ലി എമിലിയുമായി സൗഹാർദ്ദത്തിലായി. എമിലി ആകർഷകത്വമുള്ള ഒരു പെൺകുട്ടിയായി ലില്ലിക്ക് തോന്നി. അവർ ചിരിച്ചും രഹസ്യങ്ങൾ പങ്കുവെച്ചും ദിവസങ്ങൾ കടന്നുപോയി. പിന്നീട് കുറേ ദിവസങ്ങൾക്ക് ശേഷം എമിലിയുടെ പെരുമാറ്റത്തിൽ ചില സൂക്ഷ്മമായ മാറ്റം ലില്ലി ശ്രദ്ധിക്കാൻ തുടങ്ങി. എമിലി ലില്ലിയെക്കുറിച്ച് മറ്റു സുഹൃത്തുക്കളോട് ഭിന്നത സൃഷ്ടിക്കാൻ മോശം പരാമർശങ്ങൾ നടത്താൻ തുടങ്ങി. എന്നാൽ എമിലി സ്വയം അവളെ തന്നെ പ്രശംസിക്കുകയും പെരുപ്പിച്ചു കാണിക്കുകയും ചെയ്യും. ലില്ലി വളരെ സാധുവായതിനാൽ എമിലിയുമായുള്ള ബന്ധം തകർക്കാൻ ലില്ലിക്ക് കഴിഞ്ഞില്ല. ഒരു ദിവസം ലില്ലി തന്റെ പഴയ സുഹൃത്തിനെ കാണാനിടയായി. ലില്ലിയുമായുള്ള സൗഹൃദമായത്തിലായപ്പോൾ എമിലി ലില്ലിയെക്കുറിച്ച് മറ്റുള്ളവരോട് നുണ പ്രചരിപ്പിക്കുകയാണ് ചെയ്യുന്നതെന്ന് ലില്ലിയുടെ പഴയ സുഹൃത്ത് ലില്ലിയോട് വ്യക്തമാക്കി. ഒടുവിൽ ലില്ലി എമിലിയെ നേരിടാനുള്ള ധൈര്യം സംഭരിച്ചു. എമിലി ഇത്രനാളും വഞ്ചനയുടെ മുഖംമൂടിയാണ് അണിഞ്ഞതെന്ന് ലില്ലിക്ക് പൂർണ്ണമായും മനസ്സിലായി. ലില്ലി എമിലിയുമായുള്ള ബന്ധം പൂർണ്ണമായും വിച്ഛേദിക്കാൻ തന്നെ തീരുമാനിച്ചു. ലില്ലി തന്റെ പഴയ സുഹൃത്തുക്കളോടൊപ്പം ജീവിതം പുനർനിർമ്മിച്ചു. മാത്രമല്ല അവൾ പുതിയ നല്ല സുഹൃത്തുക്കളെ ഉണ്ടാക്കുകയും ചെയ്തു. എമിലിയുടെ വഞ്ചനയുടെ ഓർമ്മകൾ അവളിൽ കാലങ്ങളോളം നീണ്ടുനിന്നു. ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ മാത്രമേ എന്നും നിലനിൽക്കുകയുള്ളൂ. നമ്മുടെ ഈ ലില്ലിയുടെ സ്റ്റോറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതും അത് തന്നെയാണ്. സൗഹൃദങ്ങളിൽ വഞ്ചനയുണ്ടായാൽ അത് ഒരിക്കലും നികത്താൻ കഴിയുന്നതല്ല. സൗഹൃദം നമ്മെ മോശക്കാരനാക്കുകയാണെങ്കിൽ ലില്ലിയെ പോലെ എന്നേക്കുമായി ആ സൗഹൃദം ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ആത്മാർത്ഥതയുള്ള സൗഹൃദം എന്നും എപ്പോഴും നിലനിൽക്കും. കൂടുതൽ മോട്ടിവേഷൻ സ്റ്റോറീസ് കേൾക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോയുമായിട്ട് പിന്നീട് കാണാം.